എല്ലാ പ്രാവശ്യവും മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസൺ ആകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടനെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനാണെങ്കിൽ ഈ പഴുത്ത മാങ്ങേനോടും ചക്കേനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കൊടുക്കാണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എപ്പോൾ സങ്കടമാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഡെലിവറി ടൈമും ഈ ഒരു സമയമായത് കൊണ്ട് തന്നെ ഏട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇപ്രാവശ്യം എന്തായാലും മാങ്ങയും ചക്കയൊക്കെ കൊടുത്തിട്ടേ വിടാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ കുറച്ച് ആദ്യം നമ്മൾ മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൂട് സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് മാങ്ങ പഴുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏട്ടന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഏട്ടൻ വരുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ ആയിട്ട് നമ്മൾ മാങ്ങയൊക്കെ പറിച്ച് സെറ്റാക്കി വെക്കാമെന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആളെയൊന്നും അങ്ങനെ കിട്ടാനില്ല. താഴെ നിന്ന് കുറച്ചൊക്കെ അമ്മ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മേലേക്കുള്ളതൊന്നും നമുക്കങ്ങനെ പറിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ആളെ ആക്കിയിട്ട് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മാങ്ങയൊക്കെ പറിച്ച് സെറ്റാക്കി വെച്ചു. ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഓട്ടോ പിടിച്ച് അതിൽ മാങ്ങയൊക്കെ കയറ്റി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മ മാങ്ങയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി കുത്തനെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു ചേനയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറിക്കുമ്പം തന്നെ കുത്തനെ വെക്കും, ചേന പോകാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ ആ ഒരു ചേനയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊത്തി വെക്കണം. ചാക്കോ എന്തെങ്കിലും വെച്ചിട്ട് പൊത്തി വെക്കണം. പൊത്തി വെച്ചില്ലെങ്കിൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്കും മാങ്ങയും കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഏട്ടൻ ഇപ്രാവശ്യം വരുമ്പോഴേക്കും മാങ്ങയൊക്കെ പറിച്ച് വെക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബായ്.